ഇത്രയും ചൂടുള്ള സമയത്ത് നമ്മളൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ. ഏകദേശം ഏപ്രിൽ 12-ാം തീയതി ആയിരുന്നു കല്യാണം. ഓൾമോസ്റ്റ് ഒരു മന്തൊക്കെ ആവാറായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. നമുക്ക് ഇപ്പോഴാണ് വീട് ഇടാനായിട്ടൊരു സമയം കിട്ടിയത് കേട്ടോ. നല്ല ചൂടുള്ള സമയമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കല്യാണിക്ക് ഡ്രസ്സൊക്കെ ചെയ്തെങ്കിലും അവളുടെ മുഖത്തിന് വലിയ ഉഷാറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചൂടുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ റെഡി ആയിട്ട് നേരെ കല്യാണത്തിന് പോവാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് താലികെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ നേരെ വന്നത് ഹോളിലേക്കാണ് കേട്ടോ. ചെക്കനും പെണ്ണും വരാനായിട്ട് കുറച്ചധികം സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം പെൺകുട്ടി ഓൾമോസ്റ്റ് ടെമ്പിൾ ലുക്കിലാണ് അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ താലികെട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് കല്യാണ സാരി ചേഞ്ച് ചെയ്തിട്ട് വരാനായിട്ട് കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പെൺകുട്ടിയും ചെക്കനൊക്കെ പുറത്ത് വന്നതിന് ശേഷം പെണ്ണിൻ്റെ വീട്ടുകാർ പെൺകുട്ടിയും ചെക്കനെയും സ്വീകരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അതിന് മുന്നായിട്ട് പെൺകുട്ടിയുടെ അമ്മ വിളക്ക് കത്തിക്കലും അതുപോലെ തന്നെ പറ നടക്കുന്ന പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല ചൂടുള്ള സമയത്ത് ഇതുപോലെ കുറച്ചധികം നേരം കട്ട വെയിറ്റിംഗ് ചെയ്തതിന് ശേഷം പെൺകുട്ടിയും ചെക്കനെയും താലവുമായിട്ട് സ്വീകരിക്കാൻ പോകുന്ന ചടങ്ങുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ കസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. ഉണ്ണിക്കുട്ടൻ എന്നാണ് ഞങ്ങൾ അവനെയൊക്കെ വിളിക്കാറുള്ളത്. അഖിൽദാസ് എന്നാണ് അവൻ്റെ ശരിക്കുള്ള പേര്. നമ്മുടെ ലോഹി പാപ്പൻ്റെയും അതുപോലെ തന്നെ ലളിതമേമ്മയുടെ മോനാണ് ഈ അഖിൽദാസ്, നമ്മുടെ സ്വന്തം ഉണ്ണിക്കുട്ടൻ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ നേരെ സ്റ്റേജിലേക്ക് വന്നു. അതിനുശേഷം പെൺകുട്ടിയെ സ്വീകരിച്ചു കൊണ്ടുവന്നു. പെൺകുട്ടിയുടെ പേര് ശ്രുതി എന്നാണ്. ഇവരുടെ രണ്ടുപേരുടെയും ലവ് മാരേജ് ആണ് കേട്ടോ. അപ്പോൾ ശ്രുതിയും കൂടെ നേരെ സ്റ്റേജിലേക്ക് കയറി. പിന്നീട് അവിടെ കുറച്ചധികം ചടങ്ങുകൾ ഉണ്ടായിരുന്നു. മാല ഇട്ട് കൊടുക്കലും അതുപോലുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. താലികെട്ട് ഓൾറെഡി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞതാണെങ്കിലും മാലയിടലും അതുപോലെയുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മെയിനായിട്ട് പോകേണ്ടത് സദ്യയുടെ സ്ഥലത്തേക്കാണ്. സദ്യയ്ക്ക് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്കായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചൂടുണ്ടായിരുന്നു സദ്യ വിളമ്പുന്ന സ്ഥലത്തും സദ്യ കഴിക്കുന്ന ഇടത്തൊക്കെ ഇരിക്കാനായിട്ട്. എങ്കിലും ഞങ്ങൾ നല്ല വിശാലമായിട്ട് സദ്യ കഴിക്കാമെന്ന് വിചാരിച്ച് ചോറും സാമ്പാറും കുറച്ചധികം കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒരുപാട് നേരമൊന്നും നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നേരെ വീട്ടിലേക്ക് പോന്നു. ഏകദേശം ഒരു 4 മണിയോടുകൂടി അടുത്തപ്പോൾ ഞങ്ങൾ റിസപ്ഷന് പോകാനായിട്ട് തയ്യാറായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ കല്യാണിക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റിസപ്ഷൻ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എനിക്കും 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കല്യാണിക്ക് ഒരു വൈറ്റ് ഡ്രസ്സാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്ക് കയ്യിലിടാനായിട്ട് 2 വളയും അതുപോലെ തന്നെ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹെയർ ബോയ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ എൻ്റെ ഈ ഒരു നൈൽസ് വന്നിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഏകദേശം ഒരു 200 രൂപയുടെ താഴെ ഇങ്ങനെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. പെട്ടെന്ന് കാണുമ്പോൾ ഒറിജിനൽ നൈൽസ് ആണെന്ന് മാത്രമേ തോന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇയറിങ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഏകദേശം 150 രൂപയോളാണ് വരുന്നത്. ഞാനൊരു ഗ്രീനും റെഡും കോമ്പിനേഷനിലുള്ള ഡ്രസ്സാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ കുറച്ച് ഹാങ്ങിങ് ഒക്കെ വരുന്ന ബീഡ്സൊക്കെ ഉള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതുപോലെ കല്യാണിക്കോ എനിക്കൊക്കെ മാറി മാറി ഇടാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. കല്യാണിയുടെ ഡ്രസ്സിൻ്റെ കളർ പെട്ടെന്നാണ് ഞാൻ ചേഞ്ച് ചെയ്തത് കേട്ടോ. കാരണം നല്ല ചൂടാണ്. അവൾ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല ആ ഒരു ഡ്രസ്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഞാൻ ഈ ഒരു കോട്ടൻ്റെ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇടാനായിട്ട്. ഞാൻ അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു പച്ച റെഡും കോമ്പിനേഷൻ വരുന്ന ഒരു എന്താ പറയുക ഒരു ടോപ്പും അതുപോലെ തന്നെ നല്ല ലൂസായിട്ടുള്ള പാൻസൊക്കെ വരുന്ന ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ കല്യാണ സാരിയാണ് കേട്ടോ. സെക്കൻഡ് സാരി ആയിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ. അത് വെട്ടിയിട്ട് ഞാൻ ഇതുപോലെ അടിച്ചതാണ്. കല്യാണ സാരി ആയിട്ട് ഉടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല വെയിറ്റാണ്. ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-3 കല്യാണത്തിനോളം ഈ ഒരു ഡ്രസ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ കല്യാണിനാണ് ഒരുക്കി കൊടുത്തത്. അതിനുശേഷമാണ് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തതും അതുപോലെ തന്നെ ഞാൻ ഒരുങ്ങുന്നത് കേട്ടോ. ഈ ഒരു കോസ്റ്റ്യൂം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരുങ്ങാനൊക്കെ ആയിട്ട് പറ്റി. പിന്നീട് അമ്മേനെ സാരി ഉടുപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഞാൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് മിക്കതും ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ സാരി നന്നായിട്ട് ഒതുങ്ങിക്കെടുക്കുന്ന സാരി, അമ്മ കോട്ടൺ സാരി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒതുങ്ങിക്കെടുക്കുന്ന സാരിയാണ് അമ്മ കൂടുതലും ഉപയോഗിക്കാറുള്ളത്. എനിക്കിതുപോലെ അമ്മയ്ക്ക് ഇങ്ങനെ സാരി കൊടുത്ത് എല്ലാതും സെറ്റാക്കി കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും സാരി എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അമ്മേനൊക്കെ ഓൾമോസ്റ്റ് റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇടാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള കമ്മലും അതുപോലെ തന്നെ ഏകദേശം സ്യൂട്ടായി പോകുന്നു തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പാണ് ചെയ്തത്. കാരണം റിസപ്ഷൻ ലുക്കാണ്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്ന അതേ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഇവരുടെ റിസപ്ഷൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് അവർ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഡിസ്പ്ലേ മാത്രമാണ്, കഴിക്കാനും കുടിക്കാനൊക്കെ ആയിട്ടുള്ള ഡ്രിങ്ക്സ് തൊട്ടപ്പുറത്താണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ കുട്ടികളൊക്കെ അട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു പാനിപൂരിയിലാണ്. ചെല്ലുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് പിള്ളേർക്ക് ഇതുപോലെ പാനിപൂരിയൊക്കെ കിട്ടിയത് കേട്ടോ. സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ തീമിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതുവരെ കാണാത്തതായിട്ടുള്ള പല സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ നേരെ പോയത് ഐസ്ക്രീമൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഇത് നമ്മൾ പോയി ടേസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒരു റോയൽ എൻട്രി ഉണ്ടായിരുന്നത് ഈ ഒരു സ്റ്റേജിലേക്ക്. അവർ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ചെക്കൻ ഒരു ബ്ലാക്ക് കോട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പെൺകുട്ടിയും അതുപോലെ തന്നെ നല്ല ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ലാച്ച മോഡൽ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. രണ്ടുപേരും അങ്ങനെ സ്റ്റേജിലേക്ക് കയറി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ തുടങ്ങി. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഞങ്ങൾ എന്തായാലും പുറമെ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു നേരെ പോയത് ഉള്ളിലേക്കാണ്. ഉള്ളിലേക്ക് ചെന്നപ്പോൾ അത് അവിടെ മന്തി സെർവ് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ കുറച്ച് മന്തി ഞങ്ങൾ റൈസും അതുപോലെ തന്നെ ഒരു പീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ആയാലും ബീഫായാലും വെജിറ്റേറിയൻ ആയാലും റൈസ് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഈ ഒരു കാറ്ററിങ്സ് ആണ് അവിടെ ഈ ഒരു ഇവൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏകദേശം ഞങ്ങൾ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും പാനിപൂരിയുടെ അവിടെ വല്ലാണ്ട് തിരക്കൊന്നും കണ്ടില്ല. അപ്പോൾ ഞാനും ഒരെണ്ണം വാങ്ങിച്ച് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഈ ഒരു കല്യാണം സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബായ്.